ഇന്നലെ ഉച്ചയ്ക്കാണ് IHRDയിലെ ഉൾപ്പെടെ ഫീസ് വർധനവിനെതിരെ SFIയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ആ പ്രതിഷേധ മാർച്ചിനിടയിൽ മുഖ്യമന്ത്രി VD സതീശന്റെ ഫ്ലെക്സ് ബോർഡ് ബ്ലേഡ് ഉപയോഗിച്ച് നശിപ്പിക്കുകയും തുടർന്ന് പോലീസിന് നേരെ പ്രകോപിതരാകുകയും ചെയ്തതോടെയാണ് ആദ്യം ലാത്തി വീശുകയും പിന്നീട് 6 തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തത്. അതിനിടെയാണ് കന്റോൺമെന്റ് CI ശ്രീകുമാർ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർക്ക് 2 സിവിൽ പോലീസ് വനിതാ ഉദ്യോഗസ്ഥർക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടാണ് കന്റോൺമെന്റ് CI തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് നൽകിയിരിക്കുന്നത്. ആ പരാതിയിന്മേലാണ് പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമം ഉൾപ്പെടെയുള്ള BNSലെ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ്, സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെ 10 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതിയിൽ FIRൽ ഗുരുതരമായ ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. നീയൊന്നും ഭരണം മാറി എന്ന കളി കളിക്കേണ്ട, നാട്ടിലിറങ്ങുമ്പോൾ നിന്റെയൊക്കെ ശവം പോലും വീട്ടുകാർക്ക് കിട്ടാത്ത രീതിയിൽ കാണിച്ചു തരാമെന്ന് അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് കന്റോൺമെന്റ് CIയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരെ ഉൾപ്പെടെ ബ്ലേഡ് കൊണ്ട് കയ്യിൽ വരയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ അവർക്ക് ശരീരത്തിൽ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. ഈ ബാരിക്കേഡുകളിൽ കെട്ടിയിരുന്ന കയർ ബ്ലേഡ് ഉപയോഗിച്ച് അറുത്തു മാറ്റാൻ ബോധപൂർവ്വം ശ്രമിക്കുകയായിരുന്നു. ഹൈക്കോടതി വിധിക്ക് എതിരായാണ് പൊതുഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതുകൊണ്ട് മാന്യമായ രീതിയിൽ അവിടെ നിന്ന് മാറിപ്പോകണമെന്ന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് തങ്ങൾക്ക് നേരെ പ്രകോപിതരായി SFI പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. തന്റെ ഹെൽമറ്റ് അടിച്ചു തകർത്തെന്നും ഈ പരാതിയിൽ കന്റോൺമെന്റ് CI പരാമർശിക്കുന്നുണ്ട്. എന്തായാലും 10,000 രൂപയുടെ നഷ്ടം പൊതുമുതൽ ഇനത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും FIRൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പരാതിക്കാരനായ കന്റോൺമെന്റ് CI ശ്രീകുമാർ തന്നെയാണ് കേസിന് അന്വേഷണം വഹിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തുടർ നടപടികൾ എങ്ങനെയാകും എന്നതാണ് ഇനി ശ്രദ്ധേയം. അതേസമയം ഈ കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് SFI നേതൃത്വം ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. അത്തരത്തിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് വൈകാതെ ഉണ്ടായേക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ ഇടപെടൽ SFI പ്രവർത്തകർക്ക് നേരെ ഉണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസും CPM ജില്ലാ സെക്രട്ടറി V ജോയിയും പരസ്യ പ്രതികരണവുമായി ഇന്നലെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി SFI സംസ്ഥാന പ്രസിഡന്റിനും സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കുമെതിരെ കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കന്റോൺമെന്റ് CIയുടെ പരാതിയാണ് സമരക്കാർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ഒപ്പം തന്നെ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരടക്കമുള്ളവരുടെ നേരെ അതിക്രമം നടത്തിയെന്നുള്ള വലിയ ആരോപണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന. SFIയുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.